കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലൈവിൽ ഞങ്ങളെ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പിന്നീട് ലൈവിൽ കാണുന്ന എല്ലാ സഹോദരങ്ങളെയും സ്തോത്രത്തോടെ ഓർക്കുന്നു. നിങ്ങൾ ഈ ചാനൽ, അതായത് ഈ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യ അപ്പോസ്തലന്മാർ ആദ്യത്തെ നൂറ്റാണ്ടിൽ പെന്തക്കോസ് നാൾ മുതൽ സുവിശേഷിച്ച ആ പുതിയ നിയമ ഉടമ്പടിയുടെ സുവിശേഷം, അത് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ ഈ ചാനലിൽ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ദേശം ഡോക്ട്രിൻ പരമായ കാര്യങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ആരെയും വ്യക്തിപരമായിട്ട് ഞങ്ങൾ താഴ്ത്തി കാണിക്കുവാൻ, അവരുടെ ജീവിതത്തെ പറ്റി സംസാരിക്കാനൊന്നുമല്ല. അവരിൽ നിന്നും പുറപ്പെടുന്ന അവരുടേതായ വാക്യങ്ങൾ, അതായത് അവർ ദൈവികം എന്ന് പറഞ്ഞിരുന്ന ആ വാക്യങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചർച്ചകൾ, അതിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആദ്യം പുറപ്പെടുവിച്ച സുവിശേഷ പ്രകാരം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്നോട് ജോയിൻ ചെയ്യുന്ന പാസ്റ്റർ ജോസ് വർഗീസും ബ്രദർ സൈമൺ ബെഞ്ചമിനും എന്നോട് കൂടെ ഇവിടെ ജോയിൻ ചെയ്യുന്നു. ഇന്നത്തെ വിഷയം നമ്മുടെ പാസ്റ്റർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സജിത് ജോസഫ് എന്ന കത്തോലിക്ക സഭയുടെ പാസ്റ്റർ, സഭാ ശുശ്രൂഷകൻ അല്ലെങ്കിൽ അങ്ങനെ അവർ വിളിക്കുന്നത്, അവരുടെ പാതിരി അല്ലെങ്കിൽ അവര് പ്രീസ്റ്റ് അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ സംബോധന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്ററിന്റെ കൂടെ റോള് അവിടെ ചെയ്യുന്നത്. പാസ്റ്റർ, പ്രത്യേകിച്ചൊരു പാസ്റ്റർ എന്നുള്ള ആ ഒരു പദവി ഞാൻ അവിടെ കാണുന്നില്ല. പിന്നീട് ആകെ പാസ്റ്റർ എന്ന് ഗ്രീക്കിൽ പറയുമ്പോൾ ടീച്ചർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അങ്ങനെ സൺഡേ സ്കൂൾ ടീച്ചർമാർ പലരും അവർക്ക് കാണുമായിരിക്കും. പക്ഷെ സഭയിൽ ഒരു പാസ്റ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിലും അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളുടെ ഒരു സമൂഹം നമ്മൾ കാണുമ്പോൾ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു 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 ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനത്തെ ചില ആൾക്കാർ. അവര് പെന്തക്കോസിന്റെ ഒരു ചെറിയ ഫീലിംഗ് ഒക്കെ കൊടുത്തിട്ട് ആൾക്കാരെ കൂട്ടി, എന്നിട്ട് സഭ വിട്ടു പോകണ്ട, അല്ലെങ്കിൽ സ്നാനപ്പെടേണ്ട, അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല, ഇവിടെ തന്നെ ഞങ്ങൾ വേണമെങ്കിൽ പെന്തക്കോസ്തുകാർ തരുന്ന മാതിരിയുള്ള സർവീസ് ഞങ്ങളും പ്രൊവൈഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവര് ഈ ഒരു ശുശ്രൂഷകളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് ഈയിടെയായിട്ട്. അതിൽ ചില ആൾക്കാർ ഇപ്പം അഡ്വാൻസ് ആയിട്ട് ആദ്യത്തെ പെന്തക്കോസ്തുകാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മാതിരി ഹീലിംഗ് മിനിസ്ട്രി അല്ലെങ്കിൽ രോഗശാന്തി ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കൊരു വീഡിയോ കാണാം. ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാം എന്താണ് അവരുടെ ഒരു പാതിരി, അദ്ദേഹം പറയുന്ന എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്, സജിത്തിന്റെ വരവ് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ആ വീഡിയോയിൽ ഒന്ന് കാണാം. വീഡിയോ ഒന്ന് കാണിക്കാമോ സൈമൺ? ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബലിന്റെ സ്ഥാപകൻ എന്ന് പറയാവുന്ന ബ്രദർ സജിത് ജോസഫ് കത്തോലിക്ക സഭയുമായിട്ട് ചേരുന്നതിൻ്റെ പിന്നിൽ ഞാനല്ല എന്ന കാര്യം ആദ്യമേ പറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ആദ്യമായിട്ട് സംസാരിച്ച ദിവസം മുതൽ നമ്മുടെ കത്തോലിക്ക സഭയിലെ പ്രഗത്ഭരായ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പിതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും
മനസ്സിലാക്കുവാൻ സാധിച്ച ഒരു കാര്യം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മൾ അവിടെ കാണുന്നു, അപ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിച്ചു, കത്തോലിക്ക സഭയുടെ ഒരു ബിഷപ്പ് അവിടെ പറയുന്നു, ഇത് സജിത്ത് ഇവിടെ വന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് പറയുന്നു. അപ്പൊ അടുത്തതായി ഞാൻ പാസ്റ്റർ ജോസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കത്തോലിക്ക സഭ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള ഒരു സഭയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി യോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ബ്രദർ എന്നോട് ചോദിച്ചത്. കത്തോലിക്ക സഭയിൽ എന്തുമാത്രം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ട് എന്ന് വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തീരെ ഇല്ല എന്ന് വേണം പറയുവാൻ. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് ദൈവിക പ്രവർത്തികൾ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾക്ക് സാക്ഷ്യമാണ് എന്നാണ് പറയുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, AD 325 കത്തോലിക്ക സഭ ഔദ്യോഗികമായി ആരംഭിക്കപ്പെട്ടതായി ചരിത്രം പറയുന്നത്. കത്തോലിക്ക സഭയുടെ ആരംഭം തന്നെ റോമിലെ നൈസിയയിലാണ്. എന്നാൽ ദൈവസഭ ആരംഭിക്കപ്പെട്ടത് ജെറുസലേമിലാണെന്ന് നമുക്കറിയാം. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനു ശേഷം ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയും ശിഷ്യന്മാരും ഒപ്പം സജിത്ത് യോസഫ് ഇന്ന് ഏറ്റവും അധികം ഉയർത്തി കാണിക്കുന്ന വിശുദ്ധ മറിയം അടക്കം 120 ആളുകൾ കർത്താവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുകയും വാഗ്ദത്ത പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ആരംഭിക്കപ്പെട്ടതാണ് കർത്താവിന്റെ ശരീരമായ വിശുദ്ധ സഭ. ആ സഭ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളുടെ മേലാണ് യഥാർത്ഥമായ സത്യസഭ പണിയപ്പെട്ടിരിക്കുന്നത്. ആ സഭയിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് അയാളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വ്യക്തിപരമായി സ്വീകരിക്കുകയും തനിക്ക് വേണ്ടി, തന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചുവെന്നും ആ മരണത്തോട് താതാത്മ്യം പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും ഭാഗവാക്കാകുവാൻ തിരുവെഴുത്തിൻ പ്രകാരം മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനയായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമേറ്റ് അങ്ങനെ ആ സ്നാനത്തിലൂടെ ലഭിക്കുന്ന വാഗ്ദത്ത പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മുദ്രണം ചെയ്യപ്പെട്ട വിശ്വാസികളുടെ സമൂഹമാണ് ദൈവസഭ. ഈ ദൈവസഭ ആരംഭിക്കപ്പെട്ടത് ആ 1-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസ്ത പെരുന്നാൾ ദിവസമാണ്. ആ സഭയിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശങ്ങളുടെ 1% പോലും നിഷ്പക്ഷമായി ചിന്തിച്ചാൽ, ആമുഖമായി കർത്താവിൻ ദാസനെ ഓർപ്പിച്ചതുപോലെ, ഞങ്ങൾ നിലവിലുള്ള ഏതെങ്കിലും സഭകൾക്കോ ആ സഭകളേക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾക്കോ അവർക്ക് ഹൈറാർക്കിക്കലായിട്ട് അവർ കൊടുത്തിരിക്കുന്ന പദവികൾക്കോ ഒന്നും ഞങ്ങൾ എതിരല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, സഭകളെ കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവവചനം എത്രമാത്രം അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു, എത്രമാത്രം അതിനെ സാക്ഷീകരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരോട് പറയട്ടെ, അവരിൽ കത്തോലിക്കരുണ്ടായിരിക്കാം. ഞങ്ങൾ കത്തോലിക്ക സഭയ്ക്കോ മറ്റേതെങ്കിലും ഒരു സഭയ്ക്കോ എതിരല്ല. മറിച്ച് ഞങ്ങൾ നിലകൊള്ളുന്നത് അപ്പസ്തോലിക ഉപദേശത്തിന്റെ മാതൃകയിൽ യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട സത്യസഭയുടെ ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ലഭിച്ച തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനൊരു പൂർവ്വകാല കത്തോലിക്കൻ എന്നുള്ള നിലയിൽ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും, കത്തോലിക്ക സഭയിൽ
ഞാൻ പറയുന്നത് ആളുകൾക്ക് വേദനയ്ക്കും ബുദ്ധിമുട്ടിനും കാരണമാകുമെങ്കിലും ഒരു സത്യം തുറന്നു പറയാതിരിക്കാൻ കഴിയുകയില്ല. നമുക്ക് പലപ്പോഴും സ്പിരിറ്റിസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്പിരിറ്റിസം ഏറ്റവും അധികമുള്ള ഒരു സഭ ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തങ്ങളുടെ സഭ കർത്താവിന്റെ സഭയാണെന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പരേതാത്മാക്കളോട് പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഉണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയാണ്. അതിൽ നിന്ന് കുറവ് മാത്രമേ ഉള്ളൂ യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, CSI സഭകൾക്ക്. അവരും പൗരോഹിത്യ സഭകളാണെങ്കിലും പരേതാത്മാക്കളോടുള്ള പ്രാർത്ഥന അവരിൽ കുറഞ്ഞാണ്. CSIയിലേക്കും മാർത്തോമയിലേക്കും വരുമ്പോൾ പിന്നെയും വളരെ കുറയും. എന്നാൽ ഓർത്തഡോക്സ്, യാക്കോബായിട്ട്, കത്തോലിക്കരുടെ തൊട്ട് പിന്നാലെ ഉണ്ട്. അപ്പോൾ മരിച്ചുപോയ ആത്മാക്കളെ വിശുദ്ധന്മാരായി വാഴിക്കുകയും അവരുടെ പേരിൽ നേർച്ചപ്പെട്ടികളും പള്ളികളെ സ്ഥാപിക്കുകയും അവരുടെ പേരിൽ പിരിവെടുക്കുകയും അവരെ മധ്യസ്ഥരാക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രാർത്ഥനാ സമൂഹമാണ് കത്തോലിക്ക സഭ. ദൈവവചനത്തിൽ മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായി തീർന്ന ക്രിസ്തുയേശു തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കാമെന്ന് യേശു തന്നെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഒരു അടിസ്ഥാന ഉപദേശങ്ങളിലുള്ള ഒരു കാര്യമല്ല. അവരുടെ ഏറ്റവും വലിയ മധ്യസ്ഥ മറിയമാണ് യേശുവിനും ജനത്തിനുമിടയിലുള്ള മധ്യസ്ഥ എന്ന് നമുക്കറിയാം. അപ്പോ ദൈവവചന പ്രകാരം അവരെല്ലാവരും മൗനതയിൽ ഇരിക്കുകയാണ്, അവരൊന്നും അറിയുന്നില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ മരിച്ചു മൺമറഞ്ഞു പോയി ആളുകളെ കത്തോലിക്ക സഭ വിശുദ്ധന്മാരെ വാഴിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങി പൗലോസ് തുടങ്ങിയുള്ള സകല വിശുദ്ധന്മാരെയും, പിന്നീട് അവർക്ക് ശിഷ്യന്മാരായി വന്നവരെയും, പിന്നീട് പൂർണ്ണമായും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചവരെയും, എന്തിനധികം അധാർമിക ജീവിതം നയിച്ചു വന്നവർ പോലും പിൽക്കാലത്ത് കത്തോലിക്ക സഭയിൽ ചേർന്ന് അവര് വിശുദ്ധന്മാരായി വാഴിക്കപ്പെടുകയും അവരുടെ മധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്ന അത്ഭുതങ്ങളുടെയും അടിസ്ഥാനങ്ങളുടെയും മാനദണ്ഡം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവില്ലെങ്കിലും സംഭവിക്കും. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഈജിപ്തിലെ മന്ത്രവാദികൾ മോശ ചെയ്ത അതേ അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാനസും യംബ്രസും മോശയോട് എതിർത്ത് നിന്നതുപോലെ എന്നാ പറയുന്നത്. ഈ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിലും യഥാർത്ഥ സഭയോട് വീര്യം പ്രവർത്തിക്കുകയും അത്ഭുതങ്ങളെ ചെയ്യുകയും ചെയ്തുകൊണ്ട്, അടയാളങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് അവരും യഥാർത്ഥ സത്യസഭയ്ക്കെതിരെ എതിർത്ത് നിന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അനേകം വിശുദ്ധ ആത്മാക്കളെ യഥാർത്ഥ ദൈവസഭയുടെ അപ്പോസ്തലന്മാരായിരുന്ന ശിഷ്യന്മാരായിരുന്ന ആളുകളെ കൊന്നൊടുക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ഒരു സഭയാണ് കത്തോലിക്ക സഭ. ഞാനിത് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ ചരിത്രമോ കത്തോലിക്ക സഭ ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഒന്നും അറിയത്തില്ലാത്ത ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ ഞങ്ങൾ കത്തോലിക്ക സഭയെ അടച്ചാക്ഷേപിക്കുകയാണ് എന്ന് നിങ്ങൾ സംസാരിച്ചേക്കാം. നിങ്ങൾ കേവലം 2000 ആണ്ട് മാർച്ച് മാസം, കൃത്യമായി ഞാൻ തീയതി ഓർക്കുന്നില്ല, എല്ലാ മുൻനിര പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ വന്ന ഒരു ചിത്രവും ഒരു വാർത്തയുമുണ്ട്. കത്തോലിക്ക സഭ ഇൻക്വിസിഷൻ പീരീഡിലും തുടർന്നുള്ള കാലഘട്ടങ്ങളിലും വിശുദ്ധന്മാരോട് കാട്ടിക്കൂട്ടിയ വൈകൃതങ്ങൾക്കും ലൈംഗിക പാപങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ കുരിശിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അന്നത്തെ മാർപ്പാപ്പ മാപ്പപേക്ഷ നടത്തിയതായി ഒരു ചിത്രം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഉള്ള അത്യാവശ്യം അന്ന് തീരെ കുഞ്ഞുങ്ങളല്ലാത്ത അന്നത്തെ യുവാക്കളെങ്കിലും ചിന്തിക്കാൻ ശേഷിയുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോ ചില ആളുകൾക്ക് അതിനകത്ത് അവർ ചെയ്തു വന്നിരുന്ന പാപങ്ങളെ കുറിച്ച് ബോധമുണ്ടായപ്പോൾ അവർ ആ പാപത്തിന് മാപ്പ് അപേക്ഷിച്ച ചരിത്രമുണ്ട്. അങ്ങനെ മാപ്പ് അപേക്ഷിച്ചത് കൊണ്ട് മാത്രം അവരവിടെ അവസാനിപ്പിച്ചില്ല. തുടർന്ന് നമ്മുടെ ഇന്ത്യയിലടക്കം വളരെ ആളുകൾ, ഫ്രാങ്കോമാർ എഴുന്നേറ്റു, അനവധി പാപങ്ങൾ ചെയ്യുന്നവർ എഴുന്നേറ്റു. ഇന്നും ഇരുട്ടിന്റെ മറവിൽ പുറത്തു കൊണ്ടുവരാത്ത പാപങ്ങൾ ധാരാളം അവർ ചെയ്യുന്നുണ്ട്. ഇനി അവർ പാപങ്ങൾ ചെയ്തു കൂട്ടിയാലും നിയമ സംവിധാനങ്ങളെ വിലക്കെടുത്ത് സഭയ്ക്ക് നാണക്കേടുണ്ടാക്കാതെ ആ അറസ്റ്റിലെത്തിയ
അനവധി കുറ്റകൃത്യങ്ങൾ, ഇവൻ നമ്മുടെ പല കന്യാസ്ത്രീകളുടെയും മരണം നമുക്കറിയാം. ഏതാണ്ട് 34 വർഷം ജോമോൻ പുത്തമ്പരയ്ക്കൽ പോരാട്ടം കഴിച്ച ഒരു സിസ്റ്റർ, നമ്മുടെ സിസ്റ്റർ അഭയയുടെ ചരിത്രം നമുക്കറിയാം. അതും അവസാനം കോടതിയിലെത്തിയപ്പോൾ കോടികൾ എറിഞ്ഞ് അവരുടെ പുരോഹിതന്മാരെ, അവർക്കോട് സ്നേഹം ഉണ്ടായിട്ടുള്ള സഭയ്ക്ക് നാണക്കേടുണ്ടാകാതിരിക്കാൻ വേണ്ടി രക്ഷിച്ചെടുത്ത കഥയും നമുക്കുണ്ട്. ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. അപ്പോൾ ആ പരേതാത്മാക്കളോട് പ്രാർത്ഥിക്കുക, തിന്മകൾ ചെയ്തു കൂട്ടുക. ആ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കും. ചിലത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കും, എന്നാൽ ചിലത് സ്വാഭാവികമായിട്ടും ആളുകളെ പിടിച്ചു നിർത്താൻ പിശാച് അവരുടെ ഇടയിലും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ സമൂഹങ്ങളിലും ചെയ്യുന്നുണ്ട്. അത് കത്തോലിക്കരെന്നില്ല, ഈവൻ നോൺ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിൽ പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ പ്രവൃത്തിയുടെ, പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ മാനദണ്ഡമായി എവിടെയും ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. ബൈബിൾ എവിടെയും അടയാളങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സഭ അല്ലെങ്കിൽ ശുശ്രൂഷകൻ ശരിയാണെന്ന് സാക്ഷീകരിക്കുന്ന ഒരു വചനം പോലും എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാ അടയാളങ്ങളെയും, ഇവൻ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പോലും പറയുന്നത്, ഒരു പ്രവാചകന്റെ പ്രവചനം അത് ഫലിക്കാതെ വരികയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാവുകയോ ചെയ്താൽ ആ പ്രവാചകൻ കള്ളപ്രവാചകൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ആ അടയാളങ്ങൾ തിരുവെഴുത്തുകൾ പ്രകാരമോ മുൻപ് തിരുവെഴുത്തുകൾ പ്രകാരം നടക്കപ്പെട്ടിട്ടുള്ള അടയാളങ്ങളുമായി ചേർന്ന് പോകാത്തതോ ആണെങ്കിൽ ആ അടയാളങ്ങൾ ഒരിക്കലും അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സഭയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ആധികാരികത തെളിയിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ തുടങ്ങി പിന്നോട്ട് വന്നിട്ടുള്ള ഏതൊരു സഭയും, ഇന്ന് പെന്തക്കോസ്റ്റൽ സഭകളും ഏറെയും കുറഞ്ഞും വ്യാജമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അടുത്ത കാലത്തായി ഒരു സംഗീത പെന്തക്കോസ്റ്റൽ മേഖലയിൽ ധാരാളം പാട്ടുകൾ എഴുതി പാട്ട് പാടുന്ന, ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഒരിക്കലും വ്യക്തിപരമായി പോകരുതെന്ന് ഓർത്തുകൊണ്ട. അപ്പം അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ സഭയിൽ അദ്ദേഹം പ്രസംഗിച്ച് നിങ്ങളും ഞാനും അനവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ സഭയിൽ നിന്നുകൊണ്ട് പല പ്രവചനങ്ങളും നടത്തും, അതിൽ പലതും ശരിയായി കൊള്ളുന്നില്ല. ഞങ്ങളൊരു ഗുമ്മിന് ചില പ്രവചനങ്ങൾ നടത്തും, ചിലത് ആവേശത്തിൽ തട്ടിവിടും, ചിലത് ദൈവത്തിന്റെ ആത്മാവിൽ ലഭിക്കും. ആകെ കൂടെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രവചനങ്ങളിൽ 10% പോലും വിശ്വസിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് അങ്ങനെ എടുക്കാവുള്ളൂ എന്ന് ഒരു സത്യസന്ധൻ വിളിച്ചു പറയുന്ന ഒരു വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. അപ്പോ അവർ തന്നെ സമ്മതിക്കുകയാണ്, അവരൊരു ഗുമ്മിന് വേണ്ടി, ആ മീറ്റിങ്ങിന്റെ ഒരു ഷോയ്ക്ക് വേണ്ടി, ഒരു ആൾക്കൂട്ടത്തിന് ഒരു ഇമ്പം ഉണ്ടാകാൻ വേണ്ടി, ഒരു ഇളക്കം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പല കാര്യങ്ങളും തട്ടിവിടും, അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, ചിലത് സംഭവിക്കാം, സംഭവിച്ചില്ലെങ്കിലും അതൊരു അങ്ങനെ ഒരു കാര്യം ആയിട്ട് അതിനെ ഗൗരവമായിട്ട് എടുക്കേണ്ട എന്ന് പറയുന്നു. അപ്പൊ ഇത് കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ഒരു പ്രതിഭാസമാണ് ഈ വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ചിലത് സംഭവിക്കുക. കാരണം ബൈബിൾ പറയുന്നത് അനീതിയിൽ രസിക്കുന്ന ആളുകൾക്ക്, അവരെ സത്യത്തെ നിരാകരിക്കുന്നവർക്ക്, തിരസ്കരിക്കുന്നവർക്ക്, അവർ തെറ്റിപ്പോകേണ്ടതിന് ആ വ്യാജമായ ഒരു ആത്മാവിനെ ദൈവം അവർക്ക് കൊടുക്കുമെന്ന് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ വ്യാജമായ അന്യഭാഷകളും ഒന്നും തന്നെ ഒരിക്കലും ദൈവസഭയുടെ അടയാളമല്ല എന്നുള്ളതാണ് ദൈവവചനത്തെ ആധാരമാക്കി എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം. ഇത് ഈ ചോദ്യത്തിന്റെ മറുപടി ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മളെ കാണിച്ചു തന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തോലന്മാരിൽ പ്രവർത്തിച്ചപ്പോൾ നമ്മൾ കണ്ട പല കാര്യങ്ങളുമുണ്ട്. നമുക്കറിയാം, ഏകദേശം യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്നത് 95 AD-യിലാണ്. അപ്പൊ അന്ന് വരെ ഏകദേശം 50 വർഷം, കർത്താവിന്റെ 50-60 വർഷം കഴിഞ്ഞ ശേഷം വരെ എഴുത്തുകളാൽ അറിയിപ്പിക്കാത്ത കാര്യങ്ങളാണ് പലതും നമ്മൾ കത്തോലിക്ക സഭയിൽ കാണുന്നത്. അത് പ്രത്യേകിച്ച് പാതിരിമാരോ അല്ലെങ്കിൽ അവർ പിതാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്ന അവരുടെ പ്രവർത്തകരും
പിന്നെ വിഗ്രഹ ആരാധന, മധ്യസ്ഥ പ്രാർത്ഥന, ഇപ്പോൾ ജോസ് പാസ്റ്റർ പറഞ്ഞ്, അങ്ങനത്തെ പല കാര്യങ്ങൾ വെച്ച് നമുക്കറിയാം ഇതൊരു ഒരു ചീപ്പ് കോപ്പി, ഒരു മതത്തിന്റെ ചീപ്പ് കോപ്പിയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമല്ല, ഇത് 325 AD കർത്താവിനെ കൊന്ന റോമ സാമ്രാജ്യം ഒരു പുതിയ മതം സൃഷ്ടിക്കുമ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യമാണ് ചെയ്തത് എന്നും നമുക്കറിയാം. റോമ അവരുടെ മതവിശ്വാസത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദേവന്മാരും ദേവിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തുകൊണ്ട് ദേവി അല്ലെങ്കിൽ ദേവൻ എന്നുള്ള പല കോൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ ദൈവത്തിൽ വ്യക്തികൾ, അല്ലെങ്കിൽ 3 പേര് ചേരുന്ന ഒരു ദൈവം എന്നൊക്കെയുള്ള നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ചില മതത്തിന്റെ വിശ്വാസങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നു. അത് ബാബിലോണിൽ നിന്നും പുറപ്പെട്ട എല്ലാ മതങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ഈ സജിത് പാസ്റ്റർ അങ്ങനത്തെ ഒരു വിഷയമാണ് സംസാരിക്കുന്ന. അടുത്ത വീഡിയോയിൽ അത് കണ്ടിട്ട് നമുക്ക് ബ്രദർ സൈമണിലേക്ക് ഇപ്പൊ കടന്നു പോകാം. എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദൈവമാതാവ് എന്ന് ആരെങ്കിലും അറിയത്തെ വിളിച്ചാൽ, കാരണം പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം അനുസരിച്ച് ഒരിക്കലും അത് ശരിയല്ല. ഉദരം വാടകയ്ക്ക് എടുത്തു എന്ന അർത്ഥത്തിലേ ഉള്ളൂ. വാടക കഴിഞ്ഞു തിരിച്ച് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന സാധനം കൊടുക്കുന്നു, തിരിച്ചു കൊടുത്തു. ചിലര് കോഴിമുട്ട എന്ന് മുട്ടയുടെ തോട് പൊളിച്ച് കളഞ്ഞ്, തോട് പരിശുദ്ധ അമ്മയാണ്, മുട്ടയ്ക്കകത്തുള്ള കാമ്പ് എന്താണ് യേശുവാണ്, മുട്ടത്തോട് ആരെങ്കിലും സൂക്ഷിച്ചു വെക്കാറുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ അത്ര നിസ്സാരമായിട്ട് അല്ല, ഞാനും ആ ചോദ്യത്തിന്റെ വക്താവായിരുന്നു. ഇപ്പൊ അത് പൊതുവെ സമ്മതിക്കുന്നതിലൊന്നും മടിയില്ല, തെറ്റുമില്ല. സാത്താൻ ആരാധകനിൽ നിന്ന് അൺമ്യൂട്ട് ചെയ്യാം. ബ്രദർ സൈമണിലേക്ക് കടന്നു വരുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടല്ലോ, അതിനകത്ത് നമ്മൾ കാണുന്നത് ബ്രദർ സജിത്ത് പറയുന്നു വാടകയ്ക്കെടുത്ത ഗർഭം, പിന്നെ പരിശുദ്ധ അമ്മ എന്നുള്ള പ്രയോഗം. നമ്മൾ ബൈബിൾ കാണുന്നത് ഞാൻ മാത്രം പരിശുദ്ധൻ അല്ലെങ്കിൽ ഒരുവൻ മാത്രം പരിശുദ്ധൻ എന്നുള്ള കാര്യമാണ് ബൈബിളിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു വിഷയം, അന്ന് ഈ വിഷയത്തെ പറ്റി അദ്ദേഹം എതിരായിട്ട് സംസാരിക്കാനും പെന്തക്കോസ്ത് സഭയിലേക്ക് കടന്നു പോകാനും പിന്നെ തിരിച്ചു വന്നിട്ട് അത് തന്നെ പിന്നെ അത് ശരിയാണ് എന്ന് പറയുവാനുമുള്ള കാരണം എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ആദ്യമേ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് നോക്കേണ്ട ഒരു ഭാഗമാണ്, നമ്മൾ പഴയ നിയമത്തിൽ ഡ്യൂട്ടോണമി 13:1-3 നമ്മൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് there arise among you a prophet or a dreamer of dreams, and he gives you a sign or a wonder, and the sign or the wonders come to pass, of which he spoke to you, saying, let us go after other gods, which you may not have known, and let us serve them. ഇപ്പൊ നമ്മൾ കാണുന്ന ഇത് തന്നെയാണ് കാണുന്നത്. പരിശുദ്ധ മാതാവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, പുള്ളിക്കാരൻ വേറെ ദൈവങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധനേ ഉള്ളൂ നമുക്ക്. അപ്പൊ പരിശുദ്ധന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭ. അപ്പൊ പല പരിശുദ്ധൻ, അവർക്ക് പിതാവ് വേറൊരു പരിശുദ്ധനാണ്, പുത്രൻ വേറൊരു പരിശുദ്ധനാണ്, പിന്നെ പരിശുദ്ധാത്മാവ് വേറൊരു പരിശുദ്ധനാണ്. അപ്പം ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, യു ഷാൽ നോട്ട് ലിസൺ ടു ദ വേർഡ് ഓഫ് ദാറ്റ് പ്രോഫിറ്റ് ഓർ ദാറ്റ് ഡ്രീമേഴ്സ് ഓഫ് ഡ്രീം, ഫോർ ദ ലോർഡ് യുവർ ഗോഡ് ഈസ് ടെസ്റ്റിംഗ് യു ടു നോ വെദർ യു ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ. അപ്പം നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ ദ ലോർഡ് യുവർ ഗോഡ്, ഓക്കെ, ദ ലോർഡ് ആണ്. അപ്പൊ നമുക്ക് ബൈബിളിനകത്ത് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോർഡ് ഇപ്പൊ പുതിയ നിയമത്തിനകത്ത് വരുമ്പോഴത്തേക്ക് ജീസസ് ആയിട്ട് നമുക്ക് റിവീൽ ആവുന്നുണ്ട്. അപ്പൊ ആ ജീസസിനെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമുക്ക്
ആരാധിക്കാനും പൂർണ്ണ മനസ്സോടെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കാനും ഈ പരിശുദ്ധ അമ്മയുടെയൊക്കെ പുറകെ പോകാൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പ്രോഫിറ്റർമാരെ, ഇങ്ങനത്തെ ഡ്രീമർമാരെ, ഇങ്ങനത്തെ ഹീലർമാരെയൊക്കെ വിശ്വസിക്കില്ലെന്ന് ബൈബിളിനകത്ത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ കാണുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ദ ഫോൾസ് ഫോർ മാത്യു 24:24 പറയുന്നത് ഫോൾസ് ക്രൈസ്റ്റ് ആൻഡ് ഫോൾസ് പ്രോഫിറ്റ് വിൽ അറൈസ് ആൻഡ് ഷോ ഗ്രേറ്റ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ടു ഡിസീവ് ഇഫ് പോസിബിൾ ഈവൻ ദ ഇലക്ട് അയക്കുന്ന ആൾക്കാരെ വരെ ഡിസീവ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ഈ ഇറങ്ങിയേക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിനകത്ത് പുതിയ നിയമത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട് മദർ മേരി, ജീസസ് ക്രൂശിൽ കിടന്നുകൊണ്ട് ജോണിനെ ഏൽപ്പിക്കുന്ന കഴിഞ്ഞിട്ട് നമ്മൾ മദർ മേരിയുടെ ഇമ്പോർട്ടൻസ് പോലും നമ്മൾ പിന്നെ ആ ഒരു പുതിയ നിയമത്തിൽ കാണുന്നില്ല. അവർ പല ഹീലിംഗ് നടത്തുന്നു, പല സർവീസുകൾ നടത്തുന്നുണ്ട്, പല ആൾക്കാരെ സ്നാനപ്പെടുത്തുന്നുണ്ട്, എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവിടെ മദർ മേരിയുടെ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ഈ മദർ മേരി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യ ദൈവങ്ങളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ കാണുന്നുണ്ട് കത്തോലിക്ക സഭ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രിനിറ്റിക്കകത്ത് മദർ മേരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹോളി സ്പിരിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ജാതിക വിശ്വാസമാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ റോമൻ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ട് ക്രിസ്ത്യാനിറ്റി അവിടെ വന്നപ്പോഴത്തേക്ക് വന്ന ഒരു ഇതാണ്. ഇപ്പൊ സജിത് പാസ്റ്ററിനെ പോലുള്ള ആൾക്കാര് ആദ്യമേ ബെന്തിക്കോസ് സഭയിൽ പോയി ആൾക്കാർക്ക് മുതിർന്ന സ്ഥാനം വേണം, അത് വേണം, ഈ മാതാവിനെയും അതിലേക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ ആൾക്കാര് അവിടെ പുള്ളിക്കാരന് കൂടുതൽ വരുമാനമോ അല്ലെങ്കിൽ പുതിയ ഇത് ആവാതെ വന്നപ്പോഴത്തേക്ക് അവര് തിരിച്ച് കത്തോലിക്ക സഭയില് ഇഷ്ടം പോലെ അവിടെ കസ്റ്റമർ ഉണ്ടെന്നുള്ള രീതിയിൽ അവിടെ ഈ ഷോ നടത്തുന്നു. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ. ഇതൊരു ഷോയാണ്. ഇത് വിശ്വസിച്ച് വീഴുന്നവരെല്ലാം ഇലക്ട് പോലും വീണ് പോകുമെന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബ്രദർ സൈമൺ. അവിടെ പറഞ്ഞത് തെരഞ്ഞെടുക്കപ്പെട്ടവർ, അതായത് ഈ ഇലക്ട് എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും തെറ്റിപ്പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ അത്ഭുതങ്ങളായിരിക്കും അവർ കാണിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ 1 തെസ്സലോനിക്കർ അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 6 മുതൽ ഉള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇത് എന്നത്തെ കാര്യമാണ് പൗലോസ് അപ്പോസ്തോലൻ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പറയുന്നത്, ഇന്ന് വ്യാപരിക്കുന്നുണ്ട് അധർമ്മമൂർത്തി, അതായത് ആന്റി ക്രൈസ്റ്റ്. ബൈബിൾ ആന്റി ക്രൈസ്റ്റിനെ പറ്റി പറയുന്നു, ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്, പ്ലൂറൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആന്റി ക്രൈസ്റ്റിന്റെ പ്രവർത്തനത്തെ പറ്റിയാണ് ഇവിടെ സ്പെസിഫിക്കലി സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നു, അന്ന് 50 AD അല്ലെങ്കിൽ 60 AD ഈ തെസ്സലോനിക്കർക്ക് ഈ എഴുതുമ്പോൾ തന്നെ പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മർമ്മം പറഞ്ഞത് അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണത ദേഹരൂപമായി വസിക്കുന്നത് ഏക കർത്താവ് എന്നുള്ള കാര്യം എടുത്തു പറയുമ്പോൾ അധർമ്മത്തിന്റെ മർമ്മം, അതായത് തൃത്വമാണ് മർമ്മം എന്ന് കൊണ്ടുവന്ന് ഭൂരിപക്ഷം ആൾക്കാരെ 3-ാമത്തെ AD മുതൽ തെറ്റിക്കാൻ തുടങ്ങിയ ഈ സഭയുടെ കാര്യമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അന്ന് 50-60 AD ദൈവത്തിന്റെ ദൂതന്മാരോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയോ ആത്മാവിന്റെ പ്രവൃത്തിയോ അവരെ നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവര് വഴിയിൽ അവരെ തടുക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ തടുക്കുന്ന സമയമുണ്ട്, തടുക്കാത്ത സമയമുണ്ട്. അപ്പോൾ ആ അധർമ്മമൂർത്തികൾ വരുമ്പം ആരും തെറ്റിപ്പോകുന്ന വിധമുള്ള അത്ഭുതങ്ങളാണ് നടക്കുവാൻ പോകുന്നത് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാം, ഇന്നത്തെ ഒരു പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഹൈന്ദവ മതപ്രകാരം ഒരു ശങ്കരാചാര്യ ഉണ്ട്, അയാളുടെ പേര് മകരാനന്ദൻ. ഇപ്പോൾ പല പൊളിറ്റീഷ്യൻസും പറയുന്നത് അയാളെല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. അയാൾ പറയുന്നതെല്ലാം തെറ്റും. പുതിയ ചില ഗവൺമെന്റിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ബാബാമാരും പല ബുധ ആൾക്കാരും അത്ഭുതങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. അവരും രോഗശാന്തി നടത്തുന്നുണ്ട്. അവരും പലരെയും വിളിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരവരുടെ സഭകളിലൊക്കെ ചെയ്യുന്നുണ്ട്.
ആത്മാവിന്റെ പ്രവർത്തനം ഇങ്ങനെ അനങ്ങുന്നതും ഒക്കെ എല്ലാം ഉൾപ്പെടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാറിന്റെ നമ്പർ, ഇപ്പൊ സജിത് പാസ്റ്റർ വിളിക്കുന്ന മാതിരി കാറിന്റെ നമ്പർ വിളിക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ലയോ ജോസ് പാസ്റ്ററെ, ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ കാര്യങ്ങളെ എങ്ങനെ തിരിച്ചു വിടുവാൻ സാധിക്കുമെന്ന് ഇന്നത്തെ ഇന്ത്യയെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ജോസ് പാസ്റ്റർ ഉണ്ടോ? തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. കാരണം ഈ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് മതം. നമുക്കറിയാം, നമ്മള് ക്രിസ്ത്യാനിറ്റി ബേസിക്കലി ഒരു മതമല്ല. കാരണം ക്രിസ്ത്യാനിറ്റി ഒരു മാർഗമാണ്. ക്രിസ്ത്യാനിറ്റി, യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ബൈബിൾ ഏതെങ്കിലും ഒരു നമ്മുടെ ഏതെങ്കിലും ക്രിസ്തു ഭാഗത്തിന്റെ ഗ്രന്ഥവുമല്ല. ദൈവം മനുഷ്യനുമായിട്ടുള്ള സംസർഗത്തിൽ, അല്ലെ മനുഷ്യന്റെ വീണ്ടെടുപ്പുമായിട്ടുള്ള പദ്ധതിയിൽ സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യനെ തിരികെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചെയ്ത പ്രവൃത്തിയും അതിന്റെ ആത്യന്തികമായ പരിണത ഫലവും തിരികെ ഏദനിലേക്ക് അല്ലെങ്കിൽ ദൈവം മനുഷ്യനുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു മാർഗമായിട്ടാണ് നമ്മൾ ക്രൈസ്തവതയെ അല്ലെങ്കിൽ ക്രിസ്തീയതയെ നമ്മൾ കാണുന്നത്. എന്നാൽ ലോകത്തിലുള്ള എല്ലാ സംഘടിത മതങ്ങൾക്കും സംഘടിതമായ പ്രവർത്തന രീതികളുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള അവർക്ക് അവരുടെ ആചാര്യന്മാർ വരുമ്പോൾ കുറച്ച് കൺവെൻഷണൽ ആയിട്ട്, കുറച്ച് സത്യസന്ധമായിട്ട് ചിന്തിക്കുന്നവര് അവരുടെ നിലവിലുള്ള മത സംവിധാനത്തിനോ രാഷ്ട്രീയ സംവിധാനത്തിനോ ഭരണ സംവിധാനത്തിനോ അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ വരുമ്പം അവരെ ഡിസ്കാർഡ് ചെയ്യുക, തള്ളിക്കളയുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതേ കാര്യം ഹൈന്ദവ മാർഗത്തിൽ ഈ മോഡേൺ തലമുറയിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്തു മാർഗത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതെന്ന് കാണാൻ സാധിക്കും. അത് തന്നെ നമുക്കറിയാം. അപ്പോസ്തലന്മാരുടെ കാലശേഷം ഈ വീഴ്ച മെല്ലെ മെല്ലെ ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് തെസ്സലോനിയരുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അപ്പം അന്ന് തന്നെ ഈ എന്താ പറയാ, ദൈവത്തിന്റെ ശരിയായിട്ടുള്ള വേലയെ തടുക്കുന്ന അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്ന പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ തടുക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രമേ വേണ്ടൂ. അധർമ്മമൂർത്തിയുടെ ആ ഫുൾ എന്താ പറയുക, പരിപൂർണമായ നല്ല ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലേക്ക് വരാൻ എന്നുള്ള കാര്യം നമുക്ക് ദൈവവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഇന്ന് സജിത്ത് അവരുടെ ഒരു നമ്മുടെ ഇന്നത്തെ ഈ കറണ്ട് 1-2 ആഴ്ചകളിലെ മാധ്യമ ശ്രദ്ധ നേടിയതുകൊണ്ട് സജിത്ത് അവരിൽ ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. സജിത്ത് പ്രതിദാനം ചെയ്യുന്ന ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ എവിടെയെല്ലാം ക്രിസ്ത്യാനിറ്റി ദൈവവചനത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് യഥാർത്ഥ സത്യസഭയുടെ ശുശ്രൂഷയും ശുശ്രൂഷകന്മാരെയും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആരെല്ലാം ഏതെല്ലാം ഭാഷയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ എല്ലാം ഇടയിൽ വ്യാപരിക്കുന്നത് ഇത്തരത്തിലുള്ള ആത്മാവാണ്. ഈ ഒരു ആത്മാവ് അറിവില്ലാത്ത ആളുകൾക്ക്, ദൈവവചനത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് അവരെ തെറ്റിക്കാൻ ഇടയാകുന്ന ഒരു സംഭവമാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ കത്തോലിക്ക സഭ വിടുന്ന കാലത്ത് ഞാൻ ഒരു ടീമിന്റെ ഭാഗമായി ധ്യാനം നടത്തി വന്നിരുന്ന സമയത്ത് ഞാൻ ഈ വചനമൊക്കെ വായിച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ട് ഞാൻ സഭ വിടുകയാണെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ സഭ വിട്ടു പോകരുത്, ഇത് 2000 വർഷം പഴക്കമുള്ള ദൈവത്തിന്റെ സഭയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവവചനത്തിൽ ഇല്ലാത്ത ധാരാളം കാര്യങ്ങളാണ് നമ്മളുടെ ഈ സഭ ചെയ്യുന്നത്. ഒന്ന് വിഗ്രഹാരാധന, പരിതാത്മാക്കളുടെ പ്രാർത്ഥന, പിന്നെ ബലി, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ബൈബിൾ കത്തോലിക്ക സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഡോക്യുമെന്റ് അല്ല ബൈബിൾ. അദ്ദേഹം അതിന് സൂചിപ്പിച്ച കാര്യങ്ങൾ, ഒന്ന്, ഫസ്റ്റ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം ഫണ്ടമെന്റൽ ഉപദേശം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. ഏത് പാരമ്പര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യമല്ല, കത്തോലിക്ക സഭയുടെ പിതാക്കന്മാരുടെ പാരമ്പര്യമാണ്. 2 വിശുദ്ധന്മാരാണ്, പിന്നെ മാതാവാണ്, പിന്നെ
ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനം മാത്രമേ ബൈബിൾ ഉള്ളൂ. അപ്പൊ ഞാൻ അതിന് തയ്യാറായില്ല. ഞാൻ പറഞ്ഞു ഞാൻ ബൈബിൾ മാത്രം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിട്ടുപോരുമ്പോ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞോളൂ. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമോ പരിശുദ്ധാത്മാവോ ഒന്നും അവരുടെ ഒരു വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം അവരുടെ അടുക്കലുണ്ട്. നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല സ്പോക്സ് പേഴ്സൺസ് ഉണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സുന്ദരന്മാരായ ആളുകളുണ്ട്. അവരുടെ മത സംവിധാനം അത്രമാത്രം കെട്ടുറപ്പുള്ളതാണ്. അതിനെ തകർക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതിന്റെ കാരണം തന്നെ പിശാചാണ് ആ സ്ഥാപനത്തെ അവിടെ നിലനിർത്തിയിരിക്കുന്നത്. വെളിപ്പാട് ദിവസം 17-ാം അധ്യായം വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ തകർക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതിനെ ദൈവം അന്നത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോ മാനുഷികമായ ചട്ടക്കൂടുകളിലും മതപ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് മതങ്ങളെല്ലാം. അപ്പം മതങ്ങൾ ഒരിക്കലും മാർഗമല്ല. മതങ്ങൾ ആശയങ്ങളുടെ ഒരു ഏകോപനമാണ്. അവിടെ കാലാകാലങ്ങളിൽ അവരുടെ ആശയങ്ങളെ നയിച്ചു കൊണ്ടുപോകാൻ അവർക്ക് അനിഷേധ്യനായ നേതാക്കന്മാരുണ്ട്. അവരുടെ പറയുന്ന വാക്കുകൾക്ക് ആർക്കും എതിരി നിൽക്കാൻ കഴിയില്ല. കാരണം അവർ പറയുന്നത് തെറ്റാകത്തില്ല എന്ന് പറയുന്നു. എന്നാൽ മനുഷ്യർ തെറ്റ് വരുത്തും എന്നാണ് റോമാലേഖനം 3-ാം അധ്യായം 4-ാം വാക്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ലെറ്റ് ഓൾ മെൻ എ ലയർ ഗോഡ് ബി ട്രൂ എന്നൊരു വാക്യമുണ്ട്. എന്ന് പറയും മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരും ദൈവം മാത്രം സത്യവാൻ, മനുഷ്യരെല്ലാം പോഷ്ക്ക് പറയുന്നവരെന്നാണ് മലയാളം വാക്യം. അപ്പൊ ദൈവം പറയുകയാണ് ലെറ്റ് ഗോഡ് ബി ട്രൂ ആൻഡ് ഓൾ മെൻ എ ലയർ എന്നാ പറയുന്നത്. അപ്പൊ ദൈവം മാത്രം സത്യം എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്തേക്ക് കത്തോലിക്ക സഭ അവര് ഒരു പരിശുദ്ധ പിതാവിനെ കൊണ്ടുവന്നു. കർത്താവ് വേദപുസ്തകത്തിൽ പറയുകയാണ് ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ എന്ന് പറയുന്നു. അവിടെ അനേക പരിശുദ്ധന്മാരെ അവർ ഉണ്ടാക്കിയെടുത്തു. അവരുടെ കാലാകാലങ്ങളുടെ മത നേതാവിനെ അനിഷേധ്യ നേതാവായി പ്രഖ്യാപിച്ചു. അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും തെറ്റുവരികയില്ല. അയാൾ ലെസ്ബിയൻ മാർഗം ശരിയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അൺക്വസ്റ്റ്യനബിൾ ലീഡർ എന്നുള്ള നിലയിൽ അവർ ആളുകളെ ഉണ്ടാക്കി വെച്ചു. എന്നാൽ സഭയ്ക്ക് യഥാർത്ഥ ക്രിസ്തുവിന്റെ സഭ മതമല്ലാത്തതുകൊണ്ട് സഭയുടെ ചരിത്ര കാലഘട്ടങ്ങളിൽ ഈ തെറ്റാവരം ആർക്കും ഉണ്ടായിരുന്നില്ല. പലരും തെറ്റ് ചെയ്യുകയും വീഴുകയും ഒക്കെ ചെയ്തു. അവര് തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനെ ന്യായീകരിക്കാൻ സഭയോ ആ കാലഘട്ടത്തിലുള്ള അഭിഷിക്തന്മാരോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയുള്ള വീഴ്ചകളെ സംബന്ധിച്ച് സഭയ്ക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോ കത്തോലിക്ക സഭ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ആന്റി ക്രൈസ്റ്റിന്റെ ഒരു സംവിധാനമാണ്. ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു സംവിധാനമാണ്. അത് കാലാകാലങ്ങളായി വരുന്ന നേതാക്കന്മാര് തുറന്നുകൊണ്ടേ പോകും. അതിനൊരു അന്ത്യം കർത്താവ് കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ അന്ത്യം വരെ അതങ്ങനെ തന്നെ പോകും. അപ്പോൾ അതിലുള്ളവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിൽ നിൽക്കുന്നത് നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് നടത്തി കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു മരിച്ചടക്കിന് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നിൽക്കുക. പക്ഷെ ഒരു വലിയ ശിക്ഷാവിധി വരുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. നിങ്ങൾക്ക് ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം ഒരു നിത്യമായ ജീവന് നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണം. അത് വേണമെങ്കിൽ നിങ്ങൾ വചനം അനുസരിക്കുക. അപ്പോസ്തലിക പിതാക്കന്മാര് കാട്ടിത്തന്ന യഥാർത്ഥ ദൈവസഭയുടെ മാതൃകയിലേക്ക് വരിക. എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇത്തരം വീഡിയോകളോട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. പിന്നെ ആമുഖമായി ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സജിത്ത് കത്തോലിക്ക സഭയിലേക്ക് വന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഒരു ബിഷപ്പ് പറയുകയുണ്ടായി. കത്തോലിക്ക സഭയിലേക്ക് ആദ്യ മടങ്ങി വന്ന നാളുകളിൽ സജിത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടിരുന്നു. ഈ പുനരൂർ ബിഷപ്പിന്റെ പേര് എന്റെ ഓർമ്മയിൽ സിൽവസ്റ്റർ പൊന്നുമുത്തൻ എന്നുള്ള ഒരു തമിഴ് പേരുള്ള ഒരു ബിഷപ്പാണ്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ ലാറ്റിൻ ഓർഡറിലുള്ള ഒരു ബിഷപ്പാണ്. അപ്പോ അദ്ദേഹം ആണ് തന്റെ മെന്റർ എന്നും തന്നെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ പ്രയത്നിച്ച ആളാണ് എന്നും സജിത്ത് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് ആണ് സജിത്ത് കത്തോലിക്ക സഭയിലേക്ക് പോയത് എന്ന് അദ്ദേഹം അവകാശപ്പെടുമെങ്കിൽ ഞാൻ പറയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൊണ്ടാണ് സജിത്ത് പെന്തക്കോസ്ത് വിട്ടതെങ്കിൽ സജിത്ത് യേശുക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ഒരു ഒന്നാം തരം ക്രിസ്ത്യാനി ആകണമായിരുന്നു. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുകയും അപ്പോസ്തലിക ഉപദേശത്തെ മുറുകെ പിടിക്കുകയും ഏക സത്യദൈവത്തെ പ്രസംഗിക്കുകയും
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് സജിത്ത് വന്നിരുന്നതെങ്കിൽ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയുമായിരുന്നു ഇറ്റ് വാസ് എ വർക്ക് ഓഫ് ദ ഹോളി ഗോസ്പൽ. എന്നാൽ ഒരു വ്യക്തി കത്തോലിക്കനായിരുന്നു, കത്തോലിക്ക സഭയെ നിശിതമായി വിമർശിക്കുകയും അതിന്റെ ഉപദേശങ്ങളെ ഖണ്ഡിക്കുകയും പെന്തക്കോസ്തൽ മാർഗത്തിൽ തുടരുകയും ചെയ്ത് അതിലേക്ക് മടങ്ങി പോകുമ്പോൾ പത്രോസ് ലേഖനത്തിൽ പറയുന്ന പോലെ ഛർദ്ദിച്ചത് തിന്നുന്ന നായയും കുളിച്ചിട്ട് ചെളിക്കൊണ്ടിൽ ഉരുളുന്ന പന്നിയെ പോലെ തന്നെയുള്ള ഒരു പ്രവൃത്തി ചെയ്തതിനു ശേഷം ദൈവവചനം പരിശുദ്ധൻ എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ സ്ഥാനത്ത് യേശുവിന്റെ മാതാവിനെ പരിശുദ്ധ എന്ന് അവകാശപ്പെടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് അധപ്പതിച്ചുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് എന്ന് വിശ്വസിക്കുവാൻ ദൈവവചനത്തിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്ന ആരും സമ്മതിക്കത്തില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല, അത് ദുരാത്മാവിന്റെ പ്രവൃത്തിയാണ്, അത് ദുരാദായം പ്രതീക്ഷിച്ചുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു മടങ്ങിപ്പോക്ക് ഒരു വലിയൊരു ഓഡിയൻസും സെറ്റപ്പും സജിത്ത് സ്വപ്നം കണ്ടിരുന്നു. ആ ചതിക്കുഴിയിൽ ഈ പറയുന്ന ആൾ വീഴുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെയും ഒരു കാര്യം പൗലോസ് തീമോത്തിയോസിന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. 1 തീമോത്തിയോസിന്റെ 4:16 തീമോത്തിയോസിനോട് പറയുന്നു, നിന്റെ ജീവിതവും നീ പുറപ്പെടുവിക്കുന്ന ഉപദേശവും ഈ 2 കാര്യത്തിൽ വളരെ സൂക്ഷ്മമായി നിലനിൽക്കുക. അത് വെച്ച് മാത്രമേ നിന്നെ തന്നെയും നിന്റെ കേൾവിക്കാരെയും രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നു. അപ്പോൾ ജീവിതവും ഉപദേശവും ഈ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രദർ സൈമണിനോട് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ ബ്രീഫ് പറയാൻ പറയുന്നു. അടുത്ത വീഡിയോ പ്ലേ ചെയ്യുന്നത്. സാത്താൻ ആരാധകനിൽ നിന്ന് ജപമാലയുടെ അപ്പസ്തോലനായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ബർട്ടോലോ ലോങ്കോ. 1841 ഫെബ്രുവരി 10 ഇറ്റലിയിലെ ബ്രിൻഡിസിക്കടുത്തുള്ള ലാറ്റിയാനോയിലാണ് ബർട്ടോലോ ലോങ്കോ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ഡോക്ടർ ബർട്ടോലോമിയോ ലോങ്കോയും ആന്റോണിയ ലുപ്പാരലിയും തീക്ഷ്ണമായ ദൈവഭക്തിയുള്ളവരായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ 1851 അമ്മയുടെ മരണത്തോടെ അദ്ദേഹം സഭയിൽ നിന്ന് അകലാൻ തുടങ്ങി. 1860കളിൽ നേപ്പിൾസിൽ നിയമപഠനത്തിനായി പോയ ലോങ്കോ വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായും അകലുകയും ചെയ്തു. സമൂഹത്തിൽ ശക്തമായ കത്തോലിക്ക വിരുദ്ധാശയങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഒരു ദിവസം ലോങ്കോ സാത്താനിസ്റ്റ് ആരാധനയിൽ പങ്കെടുക്കുകയും തുടർന്ന് സാത്താനിസ്റ്റ് പുരോഹിതനാകുകയും ചെയ്തു. ആ സമയത്ത് വിഷാദരോഗം അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. അതിന്റെ ഫലമായി ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയും അദ്ദേഹത്തിനുണ്ടായി. ഒരിക്കൽ ലോങ്കോ തന്റെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന വിൻസെൻസോ പെപ്പയുടെ അടുത്ത് സാത്താനിസം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായും അതിനുവേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി വിൻസെൻസോ പെപ്പെ ലോങ്കോയെ ഫാദർ റാഡന്റെയുടെ അടുത്തേക്ക് അയച്ചു. 1875 ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം ഫാദർ ആൽബർട്ടോ റാൻഡറ്റെ ലോങ്കോയ്ക്ക് സമ്മാനിച്ചു. തുടർന്ന് ഫാദർ റാൻഡറ്റയുടെ നിർദ്ദേശപ്രകാരം ലോങ്കോ ജപമാല ചൊല്ലാനും ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം തന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അധികം വൈകാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജപമാലയോടുള്ള ഭക്തി വളർന്നു. പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഇറ്റലിയിലെ പോംപെയിൽ ചർച്ച് ഓഫ് ഫ്രീ റോസറിയുടെ സ്ഥാപകനാണ് വാഴ്ത്തപ്പെട്ട ബർട്ടോലോ ലോങ്കോ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിരവധി തീർത്ഥാടകർ ഇവിടെ എത്താറുണ്ട്. 1926 പോംപെയിലാണ് ലോങ്കോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. 1980 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അപ്പോൾ ബ്രദർ സൈമണിനോട് ചോദിക്കാനുള്ളത്, പാസ്റ്റർ സജിത്തും ഇനി ഒരു വിശുദ്ധനാകാൻ വേണ്ടിയാണോ സഭയിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കാണുന്ന കത്തോലിക്ക സഭയെ അപേക്ഷിച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ട തന്നെ പുള്ളിക്കാരന്റെ ലൈഫ് കാണുമ്പോഴത്തേക്ക് പുള്ളി സാത്താൻ ആരാധനയിൽ നിന്ന് വിശുദ്ധനായ വരെ
പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പം അത്ഭുതമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സഭ വിട്ടിട്ട് ഈ പറയുന്ന പോലെ തന്നെ പല ഓഡിയൻസുകളെ പുൾ ചെയ്യാനുള്ള ഒരു പവറുള്ള ഒരു വ്യക്തിയായിട്ട് സജിത്തിന് തീരുകയും ഈ പറയുന്ന പോലെ ബെന്തിക്കോസ് സഭകളിലെ കുറെ ക്രൗഡ് പുള്ളർ ആയിട്ട് നടന്നപ്പം കത്തോലിക്ക സഭ നോക്കുന്നതെന്ന് പറഞ്ഞാൽ പല വിശ്വാസികൾ ഇങ്ങനെ ഈ പേരും പറഞ്ഞിട്ട് വിട്ടിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിങ്ങും അങ്ങനത്തേക്ക് മിനിസ്ട്രി ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കുറവ് കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇങ്ങനത്തെ ഒരു വിശുദ്ധനാവണമെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്ക് രോഗസൗഖ്യം കൊടുക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ്. ഏറ്റവും വലിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ പോപ്പിന് ഭയങ്കര പ്രശ്നത്തിലൊക്കെ ഇരിക്കുക, പുള്ളി വയ്യാതൊക്കെ ഇരിക്കുവാണ്. സജിത്തിന് വേണമെങ്കിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ പോയി ഒരു ഹീലിംഗ് ഒക്കെ നടത്തുവാണെങ്കിൽ മിക്കവാറും പുള്ളിക്കാരനെ ഈ സ്ഥാനങ്ങളൊക്കെ എടുക്കാൻ ഒക്കും. ഓക്കെ, ചിലപ്പോ ഒരു പോപ്പ് സ്ഥാനമോ ഒക്കെ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക സഭയുടെ ഹെഡ് ഹീലർ ആയിട്ടുള്ള ഒരു പൊസിഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ അപേക്ഷിച്ച് പറയുവാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ദൈവത്തിന്റെ രീതിയിലുള്ള ഒരു ഹീലിംഗ് അല്ല. ബൈബിളിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് ആ എക്സാമ്പിൾ കാണാം. നമ്മള് ഒരു സോസറസിനെ പറ്റി കാണുന്നുണ്ട്, സൈമൺ സോസറസ് ഉണ്ട്. ഒരു ഗേളിനെ പറ്റി പറയുന്നുണ്ട്, പുതിയ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അവരെല്ലാം പല അത്ഭുതങ്ങൾ കാണിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് പല അത്ഭുതങ്ങൾ കാണിക്കാൻ നോക്കുന്നുണ്ട്, ദൈവത്തിന്റെ നാമത്തിനാന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പത്രോസിന് കാശ് വരെ കൊടുക്കാൻ റെഡിയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ആ പരിശുദ്ധാത്മാവും കൂടെ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് വിത്ത് അതോറിറ്റി ആ ഒരു സംഗതി, ആ ഒരു പെർഫോമൻസ് നടത്താനൊക്കും. ഇന്ന് നമ്മൾ കാണുന്ന സജിത് പാസ്റ്ററിന്റെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കകത്തൊരു പേരും അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന സാമ്പത്തിക നേട്ടമാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഒരു ഇതാണെന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു സർവീസിന് വേണ്ടി പൈസ മേടിക്കത്തില്ല. നമ്മൾ പല ആൾക്കാരെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവര് ഇപ്പൊ തന്നെ ഞാൻ ജോബി ആൽവിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്തും പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജിത്ത് പാസ്റ്റർ ഈ പൈസ മേടിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേ പോകത്തുള്ളൂ, അവിടെ പോയി ഹീലിംഗ് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. നമുക്കിതിനെ പറ്റി ഉള്ള ട്രുത്ത് ഒന്നും അറിയത്തില്ല. പല രോഗികളെ കൊണ്ടുവന്ന് കാശ് കൊടുത്ത് രോഗികളാക്കി കൊണ്ടുവരുന്ന അവരെ ഹീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കേൾക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥിതിയില്ല. മനുഷ്യന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടന്റ് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആണോ, ചിലപ്പോൾ അത് അവരുടെ രോഗമായിരിക്കും, ചിലപ്പോൾ അവർക്ക് പിള്ളേർക്കുള്ള പഠന കാര്യമായിരിക്കും, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ ആയിരിക്കും. അതാ അവരുടെ ഉദ്ദേശം. അത് എവിടെ കിട്ടുന്ന, അതിന് ഇച്ചിരി കാശ് കൊടുത്താലും കുഴപ്പമില്ല, ഈ ആർക്കെങ്കിലും കൊടുത്താലും ശരിയാണ്. അത് ദൈവം ഇവരുടെ മുഖാന്തരം അത് പ്രവർത്തിക്കുന്ന എന്നുള്ള രീതിയിൽ അവർ വിശ്വസിച്ച് ആ കാശ് കൊടുക്കാൻ അവർ റെഡി ആയിരിക്കുന്നത്. ഇങ്ങനത്തെ ആൾക്കാര് അവരെ ഈ പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്തിട്ട് അവരുടെ കീശ നിറയ്ക്കുന്നു. അത്രേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. പക്ഷെ ബൈബിൾ പ്രകാരം ഒരിക്കലും ഒരാള് പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും ഹീൽ ചെയ്യുന്ന അത് ചെയ്യുവാണെങ്കിൽ അത് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസിനോട് ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ ചോദിക്കുമ്പോഴത്തേക്ക് കണ്ണ് കാണാത്തവൻ ഭിക്ഷ ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, എന്റെ കയ്യിലുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ, ആ നാമത്തിൽ ഞാൻ നിന്നെ ഹീൽ ചെയ്യുന്നു. അവിടെ ഒരിക്കലും ഒരു കാശും ചോദിക്കുന്നില്ല, ഒന്നുമില്ല. ഒരേ നാമത്തിൽ നമ്മൾ പറയുന്നുണ്ട്, വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നതെന്ന് പറയുന്ന ബൈബിളിനകത്ത് ഈ സജിത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ പേരും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ ഇതൊക്കെ തൃത്വവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുവാണെങ്കിൽ ഒരിക്കലും അത് ദൈവത്തിന്റെ അല്ലെങ്കിൽ വചനപ്രകാരം ശരിയായ ഒരു കാര്യമല്ല. അത് മനസ്സിലാക്കാനുള്ള ഇതില്ലാത്തവര് ഇങ്ങനത്തെ ആൾക്കാരെ ഒരു വിശുദ്ധനാക്കാനുള്ള ഒരു വലിയ അത്ഭുതങ്ങളൊന്നുമല്ല. അവര് വിശുദ്ധനാക്കാൻ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ സജിത്തിനും വിശുദ്ധനാവാൻ ഒക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരുടെ കുറവൊന്നുമില്ല ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാനുള്ളത്. അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ പറയുന്ന പോലെ തന്നെ പോപ്പിനെയും കൂടെ അങ്ങ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വിശുദ്ധനായി തീരാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ നമ്മൾ കണ്ടു
കത്തോലിക്ക സഭ ആരെങ്കിലും തിരിച്ചു കൊണ്ടുവന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആയിരിക്കും എന്ന് ഇവർ പറയുന്നത് മാതിരി ആകുവാനുള്ള സാധ്യതയില്ല. എന്ന് വെച്ചാൽ പഴയ കാലത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലേക്ക് പുതിയ ക്യാൻവാസ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അവരെ യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അദ്ദേഹം സാത്താൻ ആരാധനയിൽ പോയപ്പം തിരിച്ചു വന്നപ്പം ഈ അത്ഭുത എന്തെങ്കിലും ഈ ദുരാത്മാവിൽ നിന്നും എന്തെങ്കിലും അയാൾക്ക് ഈ വിടുതൽ കിട്ടിയിട്ടാണോ ഈ കത്തോലിക്ക സഭയിൽ തിരിച്ചു വന്നത്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചു കാണുമെന്ന്. അദ്ദേഹത്തെ പിടിച്ച് പിന്നെയും പുരോഹിതനാക്കുകയും ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ച സഭ. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട് നമുക്ക് കത്തോലിക്ക സഭയിൽ കാണുവാൻ വേണ്ടി. ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല ഈ ലോകത്തിന്റെ ദൈവം, അതായത് സാത്താന്റെ പ്രവർത്തനം. ഈ ലോകത്തിന്റെ രാജ്യം പിടിച്ചടക്കുക, ഈ ലോകത്തിന്റെ രാജ്യം പിടിച്ചെടുക്കുവാൻ വേണ്ടി ചക്രവർത്തികളുടെയും ഗവൺമെന്റിന്റെയും ഒരു ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുക എന്നുള്ളതിനപ്പുറം കത്തോലിക്ക സഭയെ ഒരിക്കലും നമുക്കൊരു ദൈവിക ശുശ്രൂഷയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. എന്തുവാണെങ്കിലും ദൈവം അതിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പോകുന്നവരെ ജെന്യൂനായിട്ട് കർത്താവിനെ അന്വേഷിക്കുന്നവരോടുള്ള അഭ്യർത്ഥനയാണ്, ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെ ഒരിക്കലും വരികയില്ല. ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനം എന്ന് 1 കൊരിന്ത്യർ 12 പറയുന്നു. ദൈവം ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്താണ് പരിശുദ്ധാത്മാവ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ആൾക്കാർ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് കാശ് മേടിച്ച് അല്ലെങ്കിൽ വലിയ ഷോ നടത്തി രോഗശാന്തി നൽകുന്ന ഒരു പ്രവണത അവിടെ കാണുകയില്ല. ഇതിൽ നിന്നുമൊക്കെ മാറി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഉപദേശത്തിലും ദൈവത്തിന്റെ അപ്പോസ്തലൻ പറയുന്നത് മാതിരി ജീവിതത്തിലും ഉപദേശത്തിലും ഉറച്ചു നിൽക്കുക. കർത്താവായ യേശു ക്രിസ്തു പെന്തക്കോസ്ത് നാൾ മുതൽ തന്റെ ശിഷ്യന്മാരിൽ കൂടെ പറഞ്ഞ സുവിശേഷം, അതിന്റെ തുടക്കം ഒരു വിശ്വാസിയുടെ തുടക്കം പരിശുദ്ധാത്മാവിനെ നേടുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നേടേണ്ടതെന്ന് പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം, അതായത് പത്രോസിന് പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം, പത്രോസ് വിവേകം ഇല്ലാത്ത ഒരു സമയം നമ്മൾ ബൈബിൾ കാണുന്നുണ്ട്. പത്രോസിന് ആത്മീയ വിവേകം വന്ന ഒരു സമയം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ആ ആത്മീയ വിവേകം വന്ന സമയം മുതൽ പത്രോസ് പുറപ്പെടുവിച്ച ആദ്യത്തെ ആ ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ ഉൾക്കൊള്ളാത്തവർ ഒരിക്കലും ദൈവസഭയിൽ ചേരത്തില്ല, അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തില്ല. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പാപമോചനം പരിശുദ്ധാത്മാവ് ലഭിക്കുകയും ചെയ്യും എന്ന് കൃത്യമായിട്ട് പത്രോസോട് പറയുന്നുണ്ട്. ഇതിനൊരു വ്യത്യാസവുമില്ല. ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ലെങ്കിൽ കത്തോലിക്കക്കാരായതുകൊണ്ട്, അവരുടെ മക്കളായതുകൊണ്ട്, ശിശുസ്നാനം ലഭിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ക്രിസ്തുവിന്റെ ഒരു അനുയായി ആയി മാറുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോസ്തലന്മാര് തെറ്റായിരുന്നേനെ. അപ്പോസ്തലന്മാർ ഒരിക്കലും തെറ്റല്ല. സ്വർഗത്തിൽ അവരുടെ പേരുണ്ടെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. ആ സത്യമായി ഉള്ളവർ, സ്വർഗത്തിൽ പേരുള്ള അപ്പോസ്തലന്മാർ, അവരെ നമ്മൾ തുടരുക. മറ്റുള്ള മനുഷ്യരെല്ലാവരെയും നമ്മളെ തെറ്റിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ലൈവിനെ ഇവിടെ നിന്ന് ഞങ്ങൾ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ്.